ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി ഒരു വെറൈറ്റി ഷമ മിൽക്ക് ഷേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു ഷമാം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ച് തൊലി കളഞ്ഞ് കൊണ്ടുവരാം. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ വെറുതെ ഒരു മിക്സർ ജാറിലിട്ടിട്ട് ഇതിലും പാലും കൂട്ടി അടിച്ചാലും ഭയങ്കര ടേസ്റ്റ് തന്നെ കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. പാകത്തിന് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അടിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഒന്നുകൂടി ഒന്ന് വെറൈറ്റി ആക്കാനാണ് ഞാൻ പോണത് കേട്ടോ. പിന്നെ കുരുക്കെ കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് കൊണ്ടുവരാം. അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത് മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് അടിക്കാം, മിക്സർ ജാറിലിട്ട് അടിക്കാം. അപ്പോഴേക്കും പാല് തിളപ്പിക്കാം കേട്ടോ. 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇത് നമ്മുടെ കസ് എന്ന് പറഞ്ഞ സാധനമില്ലേ, അത് എടുത്ത് 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുതിർന്ന് വരുമ്പോൾ കുറേ ഉണ്ടാവുമല്ലോ. ഇത് പിന്നെ നല്ല തണുപ്പാണ് നമ്മൾ കഴിക്കണത്. എല്ലാ ജ്യൂസിലും നാരങ്ങ വെള്ളത്തിലും എല്ലാത്തിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല തണുപ്പ് കിട്ടും. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിക്കുക, അല്ലെങ്കിൽ കട്ട കുത്തിയിട്ട് പോവും. നല്ലോണം മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് കുറുകി വരട്ടെ. അത് കുറുകി ഒന്ന് സ്റ്റൗവൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വെച്ചതിന് ശേഷമാണ് ഇത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കണം കേട്ടോ. നല്ലോണം മിക്സാക്കി കൊടുക്കാം. ഇതിന് ചൂടാറട്ടെ, എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. അവ നമ്മൾ അടിച്ചു കൊണ്ടുവന്നില്ലേ, അതാണ് കേട്ടോ അത്. അപ്പോൾ അത് കുറച്ചൊക്കെ അവർ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പപ്പായ ഉണ്ടല്ലോ, കപ്പക്കായ, അത് കഴിക്കണ പോലെ ടേസ്റ്റ് ഉണ്ട്. അതിലേക്ക് കുതിർത്ത് വെച്ച് തൊട്ട് കൊടുക്കാം. കുറച്ചധികം തന്നെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. നമ്മൾ തണുത്ത് വെച്ച പാലിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. കടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി തണുത്തിട്ടുണ്ട് പാല്, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അറിയാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല തണുപ്പായിരിക്കും ഇതൊക്കെ കുടിച്ച് കഴിയുമ്പോൾ. ഇത് ഇനി എടുത്ത് ബൗളിലേക്ക് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് തണുപ്പിക്കാം. നല്ല തണുത്ത് വരട്ടെ, അപ്പോഴാണ് ടേസ്റ്റ് വരിക. കണ്ടോ, നല്ല കട്ടിയായിട്ടുണ്ട് അല്ലേ. നല്ല സ്വാദുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ഫ്രിഡ്ജിലോട്ട് കൊണ്ടുവയ്ക്കാം. അപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഗ്ലാസ്സിലേക്ക് പകർത്താം. ഇത് 1 ഗ്ലാസ് കുടിച്ചാൽ മതി കേട്ടോ. ഭയങ്കര ടേസ്റ്റുമാണ്, നല്ല തണുപ്പുമാണ്. പിന്നെ കസ് ഇങ്ങനെ കടിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടത്. പിന്നെ ഒരു വഴുക്കൽ പോലെ, അത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം.